ലാലേട്ടൻ്റെ അവസാനം തിയേറ്ററുകളിൽ ഇറങ്ങിയ 10 സിനിമകളുടെ കളക്ഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കളക്ഷനിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ലിസ്റ്റിലെ ആദ്യ ചിത്രം മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം പരാജയ ചിത്രമായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് പോലും LJPയുടെ മേക്കിംഗ് കാരണം പാളിപ്പോയൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. നന്നായിട്ട് കൊമേഴ്ഷ്യലായിട്ട് എടുക്കേണ്ട ഒരു സിനിമയെ ആർട്ട് ഫിലിം പോലെയാക്കി LJP. അത്യാവശ്യം തിയേറ്ററുകളിൽ നിന്നും നെഗറ്റീവ് റെസ്പോൺസ് വന്ന മലൈക്കോട്ടെ വാലിബൻ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് 30 കോടിയോളം രൂപയാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. ദൃശ്യം കോംബോ വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു നേര്. പ്രതീക്ഷിച്ചതുപോലെ സിനിമ നിരാശപ്പെടുത്തിയില്ല. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസാണ് വന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് സിനിമ നേടിയത് 85 കോടിയോളം രൂപയാണ്. തിയേറ്ററുകളിലെത്തി വമ്പൻ പരാജയമായിട്ട് മാറിപ്പോയ ചിത്രമാണ് ലാലേട്ടൻ്റെ അലോൺ. OTTയിൽ ഇറക്കേണ്ട ഒരു സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ സിനിമയ്ക്കുണ്ടായിരുന്നു. സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ എന്നത് 70 ലക്ഷത്തോളം രൂപയാണ്. പുലിമുരുകൻ കോംബോ വീണ്ടും ഒന്നിക്കുന്നെന്ന് പറഞ്ഞ് ഹൈപ്പിൽ വന്നൊരു ചിത്രമായിരുന്നു മോൺസ്റ്റർ. പതിവ് പോലെ ഉക്രിയുടെ ഒരു കിടിലൻ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ 6,95,00,000 രൂപയാണ് മോൺസ്റ്റർ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഉക്രിയുടെ സ്ക്രിപ്റ്റിൽ വന്ന അടുത്ത അപരാധമായിരുന്നു ആറാട്ട്. അങ്ങനെ ഈ ഒരു സിനിമയും 24 കോടിയോളം രൂപ ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് ആറാട്ട് നേടി. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. കുഞ്ഞാലി മരക്കാർ എന്ന ക്യാരക്ടറിനെ കൃത്യമായി പഠിക്കാതെ പല ഹോളിവുഡ് സിനിമകളും കോപ്പിയടിച്ച് ചരിത്രത്തിലുള്ള മരക്കാറിൻ്റെ കഥയുമായിട്ട് യാതൊരുവിധ സാമ്യതയില്ലാതെ ഈ ഒരു സിനിമ മാറി. ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോടിലൊക്കെ നടക്കുന്ന കഥയായിട്ട് പോലും ഈ ഒരു സിനിമയിൽ ഒരു തെങ്ങ് പോലും ഇല്ല. അങ്ങനെ ഈ ഒരു ചിത്രവും തിയേറ്ററുകളിൽ. മരക്കാർ സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ എന്നത് 49 കോടി രൂപയാണ്. സിദ്ദിഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ എന്ന സിനിമയും ലാലേട്ടൻ്റെ കരിയറിൽ 8,85,00,000 രൂപയാണ് ബിഗ് ബ്രദർ എന്ന സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് പറയുന്നത് 29 കോടി രൂപയാണ്. അത്യാവശ്യം ഹിറ്റായൊരു സിനിമയായിരുന്നു ഇത്. വലിയൊരു വിജയമൊന്നും ആയിട്ടില്ലെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് ഈ ഒരു സിനിമ നേടി. പുലിമുരുകന് ശേഷം ലാലേട്ടൻ്റെ കരിയറിൽ വമ്പൻ വിജയമായിട്ട് മാറിയ ചിത്രമായിരുന്നു ലൂസിഫർ. പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന സിനിമ ആഗോള തലത്തിൽ ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയത് 129 കോടിയോളം രൂപയാണ്. ലിസ്റ്റിലെ അവസാന സിനിമ ഒടിയൻ. കേരളത്തിൽ കട്ട നെഗറ്റീവ് റെസ്പോൺസ് വന്നിട്ട് പോലും കേരളത്തിൽ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഒടിയൻ മാറി. അതുപോലെ സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് പറയുന്നത് 53 കോടിയോളം രൂപയാണ്. ഒടിയൻ സിനിമ പരാജയമാവാതെ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ലാലേട്ടൻ്റെ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള ലാലേട്ടൻ്റെ സിനിമകളുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.